السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് 6-ാമത്തെ ജുസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ആദ്യമായി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا يحب الله الجهر بالسوء من القول إلا من ظلم وكان الله سميعا عليما. വലിയ പാഠമുള്ള ഒരു ആയത്താണിത്. ഇവിടെ പറയുന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ തിന്മ സംഭവിച്ചു പോകും, തെറ്റുകൾ സംഭവിച്ചു പോകും, നമ്മൾ മോശമായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവും. പക്ഷേ അത് നമ്മൾ വിളിച്ച് പറയരുത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു തിന്മ ചെയ്തു. തിന്മ അയാൾക്കും അള്ളാഹുവിനാണ് അറിയുന്നത്, അള്ളാഹുവിനെ കാണുന്നവനാണ്. അപ്പം അയാൾക്കും അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത്. പക്ഷെ അയാൾ അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ, അത് ജനങ്ങൾക്കിടയിൽ വന്നു, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു. നമ്മളൊക്കെ ജീവിതത്തിൽ പിന്നെ സ്വാഭാവികമായിട്ടും സാർവത്രികമായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് സീരിയസ് ആണ്. അങ്ങനെ പറയരുത്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിം. പക്ഷേ അങ്ങനെ പറയാൻ നിർബന്ധിതമായ ചില സാഹചര്യങ്ങളുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കോർട്ടിൽ കേസുകളൊക്കെ ആയി കോർട്ടിലെത്തിയാൽ അവിടെ നമ്മൾ പറഞ്ഞേ പറ്റൂ, തിന്മ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഒരു കാളീൻ്റെ അടുത്ത് വന്നാൽ അവിടെ പറയേണ്ടി വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ അത് ശ്രദ്ധിക്കണം. നമ്മൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ, തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് മറ്റുള്ളവരോട് വിളിച്ചു പറയരുത് എന്നുള്ള വലിയ പാഠം. കാരണം നമ്മൾ മറച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു അത് പുറത്തു തന്നേക്കും. നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു തന്നേക്കും. പക്ഷേ നമ്മളത് വേറെ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം ഇച്ചിരി സീരിയസ് ആവും. അത് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ റെക്കോർഡിങ്സുകൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചർച്ച ഓരോ ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇത് നമ്മൾ അമുസ്ലിമീങ്ങളായ ആൾക്കാർ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻസായ ആൾക്കാർ ഇത് കേൾക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് ഒരു ദഅവത്തും കൂടിയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾക്കറിയാം ഈസ നബിയുടെ ചരിത്രം നമ്മൾക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. നമ്മൾ മുമ്പേ വളരെ എല്ലായിടത്തും നമ്മുടെ വായനയിലൂടെയും മറ്റുമൊക്കെ കേട്ടതാണ്. അപ്പോൾ ഈസ നബിയെ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ അവരുടെ വിശ്വാസപ്രകാരം ഈസ നബിയെ ജീസസ് എന്ന് പറയുകയാണല്ലോ, ക്രൂസിഫൈ ചെയ്യപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തി തൂക്കിലേറ്റുകയും അങ്ങനെ 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും വീണ്ടും വരികയും ഒക്കെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ വിശ്വാസം അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഖുർആനിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈസ നബിയെ കൊല്ലാൻ ഒരുപാട് ഒരു വിഭാഗം ആൾക്കാർ വരികയും ഈസ നബിക്ക് മനസ്സിലാവുകയും ചെയ്തപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മഖ്റജയായി, അല്ലെങ്കിൽ ഒരു രക്ഷയായി അള്ളാഹു പറയുന്നത് ആയത്ത് 157-ാമത്തെ ആയത്തിൽ പറയുന്നു, ബഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മർയമ റസൂലല്ലാഹ് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ഇത്ര മനോഹരമായിട്ട് തന്നെ ഇവിടെ പറയുന്നത് നോക്ക്. അവർ പറയുന്നത്, ക്രിസ്ത്യൻസായ ആൾക്കാർ അവർ പറയുന്നത് ഇന്നാ ഖതൽനൽ മസീഹ, അല്ലെങ്കിൽ ആ പറയപ്പെട്ട കൊലപ്പെടുത്തി എന്ന് അവകാശം ഉന്നയിക്കുന്ന അവർ പറയുന്നത് ഇന്നാ ഖതൽനൽ മസീഹ, നമ്മളാണ് ഈസ നബിയെ കൊന്നത്.
ഈസബ്നെ മറിയമിൻ്റെ മകനായ പുത്രനായ ഈസ നബിയെ കൊന്നത് നമ്മളാണ്. ഒമാ ഖതലൂഹു, പക്ഷെ അവരത് കൊന്നിട്ടില്ല. അല്ലാഹു പറയാണ് അവർ കൊന്നിട്ടില്ല. ഒമാ സ്വലബൂഹു, അവർ തൂക്കിലേറ്റിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്കത് തോന്നിപ്പിച്ചു കൊടുത്തതാണ്, അല്ലെങ്കിൽ അവർക്കൊരു സാദൃശ്യം ഇട്ട് കൊടുത്തതാണ്. അത് നമുക്ക് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. രണ്ടഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ തഫ്സീറിലൂടെ പറയുന്നുണ്ട്. ഒന്ന്, ഈസ നബിയുടെ അസ്ഹാബിൽപ്പെട്ട അല്ലെങ്കിൽ കൂട്ടുകാരിൽപ്പെട്ട ഒരാൾക്ക് അള്ളാഹു എന്ത് ചെയ്തു, ഈസ നബിയുടെ കോലം, ഈസ നബിയുടെ മുഖച്ഛായൊക്കെ ഇട്ടുകൊടുത്തു. അങ്ങനെ അവർ വന്നപ്പോൾ ഒരു സമർപ്പണം എന്ന രീതിയിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഈസ നബിക്ക് സമർപ്പിച്ച് അള്ളാഹുവിന് വേണ്ടിയിട്ട് സമർപ്പിതനായിട്ട് ഒരാൾ മുന്നോട്ട് വന്നിട്ട് അങ്ങനെ ശത്രുക്കൾ വന്നപ്പോൾ ഇയാളെ കൊന്നു, ഈസ നബി എന്ന് വിചാരിച്ച് അവർ കൊന്നു. ഒരഭിപ്രായം അത്. അല്ല, രണ്ടാമതൊരു അഭിപ്രായം, ആ വന്ന കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് അള്ളാഹു ഈ ഈസ നബിയുടെ സാദൃശ്യം ഇട്ട് കൊടുക്കുകയും അവരിൽ തന്നെ എന്ത് ചെയ്തു, അവരിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ അവർ കൊല്ലുകയും ചെയ്തു എന്നാണ് മറ്റൊരു വിഷയം. ഏതായാലും ഈസ നബി അവർ കൊന്നിട്ടില്ല എന്ന് അള്ളാഹുവോട് തറപ്പിച്ച് പറയാണ്. വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്കത് സാദൃശ്യം ചെയ്തു കൊടുത്തതാണ്. അള്ളാഹു ഈസ നബിയാണത് എന്ന് അവർക്ക് തോന്നിപ്പിച്ചതാണ്. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു വമാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തിബാഅൽ ളൻൻ വമാ ഖതലൂഹു യഖീനാ. അള്ളാഹു ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ അവിടെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല, അവർ ഈസ നബിയെ ആണോ കൊന്നത്, അവർക്കൊരു തോന്നിയതാണ് ഈസ നബി ആവും. അവർക്കൊരു ലന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്, ഒരു തോന്നൽ. ഇല്ലത്തിബാഅൽ ലൻ, അവരുടെ വിശ്വാസം തോന്നൽ മാത്രമാണ്. അതായിരിക്കുമെന്ന് വിചാരിച്ചവർ കൊല്ലുകയും തൂക്കിലേറ്റുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വമാ ഖതലൂഹു യഖീന, ഉറപ്പായും അവർ ഈസ നബിയെ കൊന്നിട്ടില്ല. ബർ റഫഅഹു അല്ലാഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഈസ നബിയെ ഉയർത്തിയതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, വലിയ ചരിത്രമാണ്. ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ അവർ ദൈവമായി കാണുന്ന ഈസ നബിയെ ശരിക്കും അങ്ങനെയല്ല വിഷയം എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് വിഷയങ്ങൾ ഈ ക്രിസ്ത്യൻസിൻ്റെ ഈ നസ്രാനികളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു വിഷയം അവിടെ പറയുന്നത് 164 ആയത്, വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബ്ലു വറുസുലൻ ലം നഖ്സുസ്ഹും അലൈക. ഏകദേശം എത്ര പറയാം, 120,000 പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം നാം മനസ്സിലാക്കുന്നത്. പക്ഷേ കുറച്ച് 25-30 അല്ലെങ്കിൽ 25 പ്രവാചകന്മാരെ മാത്രമാണ് ഏകദേശം അത്ര ഒരു ഖുർആനിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ നമ്മൾക്കറിയുന്നത്. ഈസ നബി, മൂസ നബി, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവരൊക്കെയാണ് നമ്മൾക്കറിയുന്നത്. പക്ഷേ അതാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹു ചില ആളുകളുടെ പറ്റി, യൂസുഫ് നബിയെ പറ്റി, യാക്കൂബ് നബിയെ പറ്റി, അങ്ങനെയൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവരെ പറ്റിയിട്ട്. ഒരുപാട് പ്രവാചകന്മാർ നമ്മൾ പറയാത്തവരുമുണ്ട് എന്ന് അള്ളാഹുവിടെ പറയുകയാണ്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതായത് ക്രിസ്ത്യൻ അവരുടെ വിശ്വാസം എന്നുള്ളത് അവർ ത്രിയേകത്വമാണല്ലോ അവർ പറയുന്നത്. അതായത് ദൈവപുത്രൻ അങ്ങനെ 3 വിശ്വാസം. അതൊക്കെ നീണ്ട വിഷയമാണ്, ഞാനത് ചുരുക്കുകയാണ്. ഓക്കെ. അപ്പോൾ യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. അല്ലാഹു അഭിസംബോധന ചെയ്ത് ഇവിടെ പറയുന്നത് യാ അഹ്ലൽ കിതാബ്, ഓ അഹ്ലുൽ കിതാബ് ആൾക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനികും, നിങ്ങളുടെ ദീനിൻ്റെ വിഷയത്തിൽ, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അതിന് ഒരു വിഷയത്തിന് നൽകേണ്ട അവകാശം അല്ലെങ്കിൽ ബഹുമാനത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യരുത്, ഓവറാക്കരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ സത്യമല്ലാതെ ഒന്നും പറയരുത് എന്ന് അള്ളാഹു പറയുന്നു. അതായത് അടുത്ത് പറയുന്നത് ഇന്നമൽ മസീഹ് ഈസ ഇബ്നു മർയം റസൂലുള്ളാഹി വ കലിമത്തുഹു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആയത്ത്. അപ്പോൾ ഈസ നമ്മൾക്കറിയാം, ഈ മുതഅല്ലിമീങ്ങളുടെ ആൾക്കാരൊക്കെ അവർക്കറിയാം ഇന്നമ എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇന്നമ എന്നുള്ളത് മാത്രമാണ് എന്നാണ് പറയുന്നത്, മാത്രമാണ് എന്നുള്ള അർത്ഥം. ഇന്നമ 2 വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നമൽ മസീഹു ഈസ ഇബ്നു മർയം,
റസൂലുള്ളാഹ് ഈസ ഇബ്നു മറിയം, ഈസ നബി അവർ അള്ളാഹുവിൻ്റെ ദൂതർ മാത്രമാണ്. നിങ്ങൾ പറയുന്ന അവകാശം ഉന്നയിക്കുന്ന ദൈവമോ ദൈവപുത്രനോ ഒന്നുമല്ല. അതെന്താണ്? ഈസ നബി എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദൂതനാണ്. അതുകൊണ്ട് ഫആമിനു ബില്ലാഹി വറസുലിഹി, അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും അള്ളാഹുവിൻ്റെ റസൂൽ അവരെയും അതുപോലെ അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വലാ തഖൂലു സലാസ, നിങ്ങൾ പറയുന്ന ഈ ത്രിയോഗത്തിൽ നിങ്ങൾ പറയരുതേ. ഇൻതഹു, നിങ്ങളത് അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചേ പറ്റൂ. ഖൈറൽ ലക്കും, നിങ്ങൾ അവസാനിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്, അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹു മാത്രമാണ് ദൈവം. അപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന വാദം നിങ്ങൾ അവസാനിക്കണം എന്ന് മാത്രം. അതിനെ തുടർന്നുള്ള വളരെ പിന്നെന്താണ് രസകരമായൊരു വിഷയം എന്നുള്ളത്, ലൻ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദുല്ലാഹി വലൽ മലായികത്തുൽ മുഖറബൂൻ, ഈസ നബിക്ക് തന്നെ അള്ളാഹുവിൻ്റെ അടിമയാകാൻ അവർക്കൊരു പ്രശ്നമില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു വിഷയം എന്നുള്ള ഒരു വിഷയം ഇവിടെ പറയുന്നുണ്ട്. ആകുന്നത് ഈ പിന്നെ ഒരുപാട് ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താണ് അമേരിക്ക, അങ്ങനെ യൂറോപ്പിലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് അമുസ്ലിമീങ്ങളായ പ്രത്യേകിച്ചും ക്രിസ്ത്യൻസ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെ ഇതിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ വിശ്വാസം എന്നുള്ളത് ഈ ഖുർആനിൽ പറയുന്നത് ഒരു തോന്നൽ മാത്രമാണ്. തോന്നൽ, വന്നാണ്. ഖുർആനിൽ അതൊക്കെ വ്യക്തമായി പറയുന്നു. അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുസ്ലിമീങ്ങളായ ആൾക്കാർ പ്രത്യേകിച്ചും ക്രിസ്ത്യൻസും അതുപോലെ എന്താ പറയുക എത്തീസ്റ്റായ ആൾക്കാരൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അത് നമ്മൾക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞു തോന്നുന്നുണ്ട്. ഈ ഹലിസ് മീഡിയ പിന്നെ ടുവേർഡ്സ് എറ്റേണിറ്റി ചാനലിലൊക്കെ ഒരുപാട് അവിശ്വാസികളായ ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചതിനെ പറ്റി അവരോട് ചർച്ച ചെയ്യുന്നത് സംവദിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇത് ഉപയോഗപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവസാനത്തിന് മുമ്പായിട്ട് ഒരു ആയത്ത് പറയുന്നത് 175-ാമത്തെ ആയത്ത്, ഫഅമ്മല്ലദീന ആമനൂ ബില്ലാഹി, അതിനു മുമ്പത്തെ അതായത് 173, ഫഅമ്മല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ഫയുവഫീഹിം ഉജൂറഹും വയസീദുഹും മിൻ ഫദ്ലിഹി. വിശ്വാസികളായ ഈ വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ട് നന്മ പ്രവർത്തിച്ച് നന്മയുടെ വഴിവെളിച്ചമായി ജീവിച്ച അവർ ഫയുവഫീഹിം ഉജൂറഹും, അവരുടെ കൂലി അവർക്ക് നൽകപ്പെടും. പക്ഷെ വഅമ്മല്ലദീന ഇസ്തൻകഫു വസ്തക്ബറു, പക്ഷേ ഇത് വിശ്വസിക്കാതെ അഹങ്കരിക്കുകയും ജീവിക്കുകയും ചെയ്തവർക്ക് ഫയുഅദ്ദിബുഹും അദാബൻ അലീമ വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറ. അവർക്ക് അള്ളാഹു വേദനാജനകമായ ശിക്ഷ അള്ളാഹു നൽകുന്നുണ്ട് എന്ന് ഒരു താക്കീത് ഇവിടെ നൽകുന്നുണ്ട്. فأما الذين آمنوا بالله واعتصموا به فسيدخلهم في رحمة منه وفضل ويهديهم إليه صراطا مستقيما. അതേസമയം വിശ്വാസികളായ ആൾക്കാർ അവർ അള്ളാഹു പറഞ്ഞ വഴിയെ വഅ്തസമൂ ബിഹി, മുറുകെ പിടിച്ചവർ, അവർ സ്റ്റെഡ്ഫാസ്റ്റായി മുന്നോട്ട് പോയവർ, ഫസയുദ്ഖിലുഹും ഫി റഹ്മത്തിൻ മിൻഹു വഫദ്ലിൻ വയഹ്ദിഹിം ഇലൈഹി സിറാത്തൻ മുസ്തഖീമ, അവർക്ക് സന്മാർഗമാണെന്നുള്ള സൂചന ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്ത സൂറ മാഇദയാണ്. പിന്നെ അതിനു മുമ്പ് സൂറ മാഇദ നമ്മൾ ചർച്ച ചെയ്തതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മൾ ഈ ഖുർആനിൽ ഓരോ ആയത്തുകൾ എന്ന് മാത്രമല്ല, ഓരോ ആയത്തിലുള്ള ഓരോ വാക്കുകളും അതതിൻ്റെ കൃത്യമായ സ്ഥലത്തും കൃത്യമായ വാക്കുകളാണ് ഉപയോഗിച്ചത്. അതിൻ്റെ ഒരു ഉദാഹരണം, നമ്മൾ ഈ സൂറത്തുൽ മാഇദ നമ്മളിപ്പോൾ ട്രാൻസ്ലേഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടേബിൾ എന്താണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അർത്ഥം കാണാൻ പറ്റും. പക്ഷേ വളരെ വ്യത്യാസമുള്ളൊരു വിഷയമാണ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ. കാരണം തോബിലത്ത് എന്നൊക്കെ പറയും, പക്ഷെ മാഇദത്ത് എന്ന് പറയാൻ കാരണം അത് ടേബിൾ ഒന്നെങ്കിൽ ഒരു കാർപ്പറ്റാകാം അല്ലെങ്കിൽ ടേബിൾ ആകാം. പക്ഷേ അതിൽ പിന്നെ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉള്ള ഒരു ടേബിളിനാണ് മാഇദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോമ്പിൽ രാവിലെ സമയത്ത് നമ്മുടെ ടേബിളുകളിലും നമ്മുടെ ഡൈനിങ് ഹാളിലുള്ള ടേബിളിലൊക്കെ ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് പിന്നെ ഒരു ഭക്ഷണം അവിടെ ഉണ്ടാവില്ല, കാലിയായിരിക്കും, എംപ്റ്റി ആയിരിക്കും. നേരെ മറിച്ച് വൈകുന്നേരമാകുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്താകുമ്പോൾ അതിൽ ഫുള്ളായും അല്ലെങ്കിൽ ഭക്ഷണ വിഭവങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അതാണ് മാഇദത്ത്.
അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആമീൻ. അപ്പോൾ അതിനാണ് മാഇദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു ഈ ഒരു ജുസ്ഇലല്ല അത് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ജുസ്ഇൽ 7ാമത്തെ ജുസ്ഇൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ മാഇദത്ത് എന്താണ് ഈസാ നബിയോട് സമൂഹം ആവശ്യപ്പെട്ട ഒരു ആവശ്യം. നമുക്കത് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാർക്ക്. ഏതായാലും ആയിഷ ബീബി പറയുന്നത് ഇതാണ് ഖുർആനിൽ ഇറങ്ങിയ അവസാനത്തെ ആയത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താണ് ഈ നമ്മൾ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ ഈ മിസ്റ്റർ ട്യൂട്ടർ ഇവർ. അപ്പോൾ അതിൽ ഇവർ ചോദ്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് അവസാനത്തെ സൂറ ഏതാണ് ചോദിച്ചാൽ ഓപ്ഷൻസിൽ മാഇദത്ത് ഉണ്ട് എന്നാണെങ്കിൽ മാഇദത്ത് നിങ്ങൾ ലോക്ക് ചെയ്യണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത് പറയുന്നത് ഈ സൂറ മാഇദത്തിൽ തന്നെ അങ്ങനെ ഹുർരിമത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി തുടർന്നിട്ടുള്ള ഒരു വലിയ നീണ്ട ആയത്ത്. അത് എന്താണ് നമ്മൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഹലാലായ ഭക്ഷണങ്ങൾ ഹറാമായ ഭക്ഷണങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ ഹുർരിമത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ. ഇപ്പോൾ നമ്മൾ ഇപ്പൊക്കെ ചർച്ച ചെയ്യുന്ന ഈ ഹലാൽ വിഷയമൊക്കെ നമ്മുടെ ആ വിഷയമുണ്ടല്ലോ. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് ഹലാൽ എന്ന് പറയുന്ന ഒരു ശുദ്ധമായ അല്ലെങ്കിൽ വളരെ പ്യൂറായിട്ടുള്ളൊരു മാംസമാണ്. കാരണം നമ്മളിപ്പോൾ ഈ അറിവ് നടത്തുമ്പോൾ ഇസ്ലാമിക രീതിയിൽ അറിവ് നടത്തുമ്പോൾ പിന്നെ ബ്ലഡുകളൊക്കെ നമ്മൾ അറുത്ത് കഴിഞ്ഞാൽ എല്ലാം പുറത്തു വരും. പിന്നെ അവിടെ ഉള്ളിൽ ഫുൾ ശുദ്ധിയായിരിക്കും. നമ്മൾക്കൊക്കെ രണ്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരെ ഒരാൾ ഗണ്ണ് വെച്ചിട്ടോ അല്ലെങ്കിൽ അടിച്ചിട്ടോ കൊന്നിട്ട് പിന്നെ കറി വെക്കുന്ന അതും പിന്നെ അതേപോലെ ഈ അറിവ് നടത്തിയിട്ട് രണ്ട് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുക. കാരണം ഇങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ആവശ്യമായ അവിടെ ഞരമ്പുകളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഹാർട്ടാണല്ലോ പിന്നെ ഈ ഹൃദയമാണല്ലോ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ബ്ലഡൊക്കെ വരികയും ബ്ലഡൊക്കെ പുറത്തു പോവുകയും നല്ലൊരു മാംസമായി പ്യൂറായിട്ടുള്ള മാംസം അവിടെ ഉണ്ടാവും. അപ്പോൾ അതാണ് അവിടെ അത് ഇസ്ലാമിക രീതി എന്നുള്ളത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. അത് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ അറിവ് നടത്താത്ത ശവങ്ങളായ പിന്നെ ഡെഡ് ബോഡി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അത് കഴിക്കാൻ പാടില്ല, ഹറാമാണ്. അതുപോലെ പന്നി മാംസം ഹറാമാണ്. അങ്ങനെയൊക്കെ അവിടെ നീണ്ട ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് നമ്മളെ ഈ ഉളു തയമ്മുമ് ഇതിലുള്ള വിഷയമാണ് അടുത്തവിടെ ചർച്ച ചെയ്യുന്നുണ്ടത്. 6ാമത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്വലാത്തി ഫഗ്സിലൂ വുജൂഹകും വഅയ്ദിയകും ഇലൽ മറാഫിഖ് വംസഹൂ ബിറുഊസികും വഅർജുലകും ഇലൽ കഅബൈൻ വഇൻ കുൻതും ജുനുബൻ ഫത്തഹറൂ. അങ്ങനെ നീണ്ടുപോകുന്ന ആയത്ത്. വുളൂ ചെയ്യണം. നിസ്കാരത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ വുളൂ ചെയ്യണം. നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ വുളൂ ചെയ്യണം. അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ മുഖം കഴുകുക, കൈ കഴുകുക, മുട്ടോട് കൂടി കൈ കഴുകുക, പിന്നെ തല തടവുക, അങ്ങനെയൊക്കെ അവിടെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആനിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധേയമാണ്, വളരെ ആപ്റ്റാണ്. കാരണം ഇവിടെ നോക്കിക്കോ, ഗുസിലു വുജൂഹക, നിങ്ങൾ മുഖം കഴുകുക എന്നാണ്. അപ്പോൾ മുഖം നമ്മൾ ഉളുവിൽ കഴുകണം, വെള്ളം ഇങ്ങനെ ഒലിപ്പിക്കണം. ഇതിൻ്റെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മുഖത്തിൽ വെള്ളം ഇങ്ങനെ ഒലിപ്പിക്കണം. നേരെ മറിച്ച് വംസഹു ബിറുഊസികും, തല നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ പറയായിരുന്നല്ലോ, ഫഗ്സിലു ബിറുഊസികും, തല നിങ്ങൾക്ക് കഴുകാം. പക്ഷെ അള്ളാഹു പറഞ്ഞത് വംസഹു ബിറുഊസികും, തല തടവണമെന്നാണ്, കഴുകാനില്ല, തടവണം. അപ്പോൾ ഉപയോഗിച്ച വാക്കുകൾ നോക്ക്. ഏതായാലും അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഖുർആൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയൊരു മുഅ്ജിസത്തും കൂടിയാണ്. അപ്പോൾ ഉളൂവിൻ്റെ വിഷയം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ തയമ്മുമിനെ പറ്റിയും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. തന്നെ
ഫതയമ്മമു സഈദൻ തയ്യിബ ഫംസഹു ബിവുജൂഹികും വഅയ്ദീകും മിൻഹു മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ് വലാകിൻ യുരീദു ലിയുതഹ്ഹിറകും വലിയുതിമ്മ നിഅമതഹു അലൈക്കും ലഅല്ലകും തഷ്കുറൂൻ. വുളൂ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് തയമ്മും ചെയ്യാം. നമുക്കറിയാം തയമ്മുമിൻ്റെ വിഷയം, അത് ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. തയമ്മുമിൻ്റെ വിഷയം അതാണ്. അവിടെ അതിൻ്റെ അടുത്ത് തന്നെ അള്ളാഹു പറയുന്നു, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്. അള്ളാഹു നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ വെള്ളമില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും വെള്ളം കണ്ടെത്തണം എന്ന് അള്ളാഹു നിർബന്ധിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കൈയൊക്കെ പരിക്കായ ഒരു സമയത്ത് നിങ്ങൾ അവിടെയും വെള്ളം ഒഴിപ്പിച്ച് കഴുകണം എന്ന് അള്ളാഹു നിർബന്ധിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് അള്ളാഹു ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, വേദനയാകും, അത് വേണ്ട. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് തയമ്മും ചെയ്യാം, മണ്ണ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം, ശുദ്ധിയാക്കാം. അതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അതൊരു നിഅമത്താണ്, അനുഗ്രഹമാണ്. ഏതായാലും അവിടെ ഈ മൂസാ നബിയുടെ ഒരു ചരിത്രം അവിടെ പറയുന്നുണ്ട്. ഈ മൂസാ നബി തൻ്റെ സമൂഹത്തോട് ആവശ്യപ്പെടുന്നൊരു സമയം ഒരു പരിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകണം. പക്ഷേ ആ ഒരു സ്ഥലത്ത്, പോകാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് വലിയ മനുഷ്യന്മാരായ ശക്തന്മാരായ ആൾക്കാർ, ശത്രുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മൂസാ നബിയുടെ സമൂഹം പറഞ്ഞു, നമ്മളവിടെ പോകുന്നില്ല, അവിടെയുള്ള ശക്തന്മാരായ ആൾക്കാർ അവിടെ നിന്ന് പോയാലല്ലാണ്ട് നമ്മളിവിടുന്ന് പോകുന്നില്ല എന്ന്, നമ്മളിവിടേക്ക് പോകുന്നില്ല എന്ന് അവർ വാശി പിടിച്ചു. അങ്ങനെ വാശി പിടിച്ചപ്പോൾ അവർ പോകാതെ വന്നപ്പോൾ അവർക്ക് അല്ലാഹു ഒരു ശിക്ഷയായി, ഒരു പരീക്ഷണമായി നൽകി. ഭൂമിയിൽ തന്നെ അവർ നിൽക്കുന്ന ഭൂമിയിൽ തന്നെ 40ഓളം വർഷങ്ങൾ അവർക്ക് എവിടെയും സഞ്ചരിക്കാൻ പറ്റാതെ അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ അവർ അവിടെ ബാക്കിയാവുകയും ചെയ്തു. അതായത് ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അവരുടെ ഒരു ലോകമെങ്കിൽ അവർ എത്ര നടന്നാലും അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ബാക്കിയാവും. അതുപോലുള്ളൊരു പരീക്ഷണം അല്ലാഹു അവർക്ക് കൊടുത്തു, അനുസരിക്കാത്തതിൻ്റെ കാരണം കൊണ്ട്. പിന്നെ അടുത്തത് ഈ ഹാബീൽ ഖാബീൽ സംഭവം നമുക്കറിയാം. ആദം നബിയുടെ മക്കളായ അങ്ങനെ ഒരാൾ ഹാബീൽ ഖാബീൽ അങ്ങനെ എന്ത് ചെയ്യുന്നു. ഹാബീൽ എന്നുള്ളതാണ് ഒരു നന്മയുടെ പ്രതീകമായി കാണുന്നത്, ഖാബീലാണ് തിന്മയുടെ പ്രതീകമായി കാണുന്നത്. അതായത് ഹാബീൽ ഖാബീൽ രണ്ടും ആദം നബിയുടെ മക്കളാണ്, അവർ സഹോദരന്മാരാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ ചെയ്തു, ആദം അവർ രണ്ടുപേരും ഒരു നേർച്ച അള്ളാഹുവിനെ അർപ്പിച്ചു. അത് നീണ്ട ഒരു വിഷയമാണ്, ചുരുക്കമാണ്. അങ്ങനെ ഹാബീൽ എന്നുള്ള അവൻ്റെ നേർച്ച അള്ളാഹു സ്വീകരിച്ചു, കാരണം അവരുടെ നീയത്ത് നല്ലതായിരുന്നു. ഖാബീൽ എന്ന അദ്ദേഹത്തിൻ്റെ നേർച്ച അള്ളാഹു സ്വീകരിച്ചില്ല, കാരണം അവരുടെ നീയത്ത് മോശമായിരുന്നു. അങ്ങനെ ആ ഒരു വിഷയം അവിടെ പറയുന്നുണ്ട്, ഹാബീൽ ഖാബീലിൻ്റെ വിഷയം. 7-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇബ്നൈ ആദം, ആദമിൻ്റെ 2 മക്കൾ ഹാബീൽ ഖാബീൽ. ഖറബ ഖുർബാനൻ فتقبل من أحدهما ولم يتقبل من الآخر وقال لأقتلنك قال إنما تقبل الله من المتقين. അങ്ങനെ തുടർന്നിട്ട് ഹാബീലിനെ ഖാബീൽ കൊല്ലുകയും അങ്ങനെയൊക്കെ ഉള്ളൊരു നീണ്ട വിഷയമാണ്. അതായത് നമ്മളവിടെ അതിലേക്ക് കടക്കുന്നില്ല. ഒരു വിഷയം 42 അതിനു മുമ്പ് ഈ ഹാബീൽ ഖാബീലിൻ്റെ വിഷയം പറഞ്ഞതിന് ശേഷം നമ്മുടെ സമൂഹത്തിന്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു പാഠം ഇവിടെ നമ്മൾ പഠിക്കാനുണ്ട്. 32-ാമത്തെ ആയത്ത്. അതായത് അന്നഹു മൻ ഖതലൻ മിൻ അജ്ലി ദാലിക കതബ്ന, അതാണ് ആയത്തിൻ്റെ തുടക്കം. മിൻ അജ്ലി ദാലിക കതബ്ന അലാ ബനി ഇസ്രായീൽ. അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ് ഫഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. വലിയ ആശയമാണ്. ഒരാൾ കൊന്നുകഴിഞ്ഞാൽ അത് അയാളെ മാത്രം കൊന്നതല്ല, അത് എങ്ങനെയെന്ന് വെച്ചാൽ അത് ഒരു സമൂഹത്തെ തന്നെ കൊന്നതുപോലെയാണ്. അത് എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാളെ കൊന്നു, അപ്പോൾ കൊല്ലപ്പെട്ട ആളുടെ ഫാമിലി ഇയാളെ ഇയാൾക്ക് അക്രമം നടത്തും, തുടർന്നിട്ട് ഇയാൾ പിന്നെ അങ്ങോട്ടും അക്രമം നടത്തും. അങ്ങനെ തുടർന്ന് വലിയ ഒരു ശത്രുതയുടെ ഒരു സാമ്രാജ്യം തന്നെ അവിടെ മാറും. അതുകൊണ്ട് അത് സമൂഹത്തെ
ജനസമൂഹത്തെ തന്നെ കൊന്നതുപോലെയാണ് എന്ന് സൂചിപ്പിക്കുന്നൊരു ആയത്താണത്. ഇനി അടുത്തത് ഒരു 42-ാമത്തെ ആയത്ത് നിങ്ങളെടുക്കാം. 42-ാമത്തെ ആയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് وكيف يحكمونك وعندهم التوراة فيها حكم الله ثم يتولون من بعد ذلك وما أولئك بالمؤمنين. അതൊരു നീണ്ട ചരിത്രമാണ്, ഞാൻ ചുരുക്കി പറയാം. ബനു നദീർ, ബനു ഖുറൈള എന്ന് പറയുന്ന 2 ഗോത്രം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. ബനു നദീർ, ബനു ഖുറൈള. ബനു നദീർ എന്ന് പറയുന്നത് വലിയ ഗോത്രമാണ്, ശക്തന്മാരായ ആൾക്കാരാണ്. ബനു ഖുറൈള എന്ന് പറയുന്നത് ചെറിയ ഗോത്രമാണ്, ശക്തന്മാരല്ല, പാവങ്ങളാണ് എന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നു. ബനു നദീർ പറയും, നമ്മുടെ ആൾക്കാർ, ബനു നദീറിൻ്റെ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ സമൂഹത്തെ നിന്ന് ഒരാളെ കൊന്നാൽ അവിടെ പരിഹാരം എന്തെന്ന് വെച്ചാൽ ഈ ബനു നദീറിൻ്റെ അതിനുള്ള ഒരു നഷ്ടപരിഹാരം കൊടുത്താൽ മതി. നേരെ മറിച്ച് ബനു ഖുറൈളയിൽപ്പെട്ട ഒരാൾ ബനു നദീർ സമൂഹത്തെ, അതായത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ബനു നദീറിൽ നിന്ന് കൊല്ലുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ബനു ഖുറൈളയിൽപ്പെട്ട ഒരാളെ ബനു നദീറിൽപ്പെട്ട ഒരാൾ വീണ്ടും പ്രതികാരമായി കൊല്ലുകയും വേണം. മാത്രമല്ല പ്രായശ്ചിത്തം, നഷ്ടപരിഹാരം ഇരട്ടിയായി നൽകുകയും വേണം. അപ്പോൾ വലിയൊരു ഒരു അനീതിയുടെ ഒരു സംഭവം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? നീതിക്ക് വേണ്ടി, ജസ്റ്റിസിന് വേണ്ടി അവരെന്ത് ചെയ്തു? പ്രവാചകർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവർ സമീപിച്ചു. കാരണം അവർക്കറിയാം നബി തങ്ങൾ നീതിയിലൂടെ തന്നെ വിധിക്കും. ഇത് ബനു ഖുറൈള മുന്നോട്ട് വെച്ച ആശയമാണ്. നബി തങ്ങളിലേക്ക് നമുക്ക് പോകാം. പക്ഷെ ബനു നദീർ അവരെന്ത് ചെയ്തു? അത് വേണ്ട എന്ന് അവർ താല്പര്യം കാണിച്ചിട്ടില്ല. അവസാനം നബി തങ്ങളുടെ അടുത്തേക്ക് അവർ വരികയും അവർക്ക് ഈ ഒരു വിഷയത്തിൽ അതൃപ്തി ഉണ്ടാവുകയും നബി തങ്ങളുടെ വിധിയിൽ അതൃപ്തി ഉണ്ടാവുകയും അങ്ങനെ വിഷയം കലുഷിതമാവുകയും ചെയ്തപ്പോൾ അവരനുസരിക്കാതെ വന്നു നബി തങ്ങൾക്ക് പറഞ്ഞതിന്. അപ്പോൾ അള്ളാഹു അവരോട് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹു അവരോട് പറയുന്നത്, വകൈഫ യുഹക്കിമൂനക്, അവരെങ്ങനെയാണ് നബിയെ നിങ്ങളെ ഹാക്കിമായി ആക്കും, നിങ്ങളെ ജസ്റ്റിസായി അവരെങ്ങനെയാണ് ആക്കുന്നത്? കാരണം വഇൻദഹുമുത് തൗറാത്ത് ഫീഹാ ഹുക്കുമുല്ലാഹ്, അവർക്ക് നൽകിയ കിതാബിൽ തന്നെ നിയമങ്ങളെപ്പറ്റിയും ജസ്റ്റിസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അവരെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്? അതിൻ്റെ ആവശ്യം തന്നെ ഇല്ലല്ലോ. അപ്പോൾ അവരുടെ കിതാബിലുള്ളത് തന്നെ അവരനുസരിക്കുന്നില്ല. അവർ ദുനിയാവിൻ്റെ മെറ്റീരിയലായിട്ടുള്ള കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ആക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു ആയത്ത്, അവരുടെ ചരിത്രം. അപ്പോൾ 2 ഗോത്രത്തിൻ്റെ പേര് ബനു നദീർ, ബനു ഖുറൈള എന്നാണ്. ബനു ഖുറൈള ചെറിയ ഗോത്രമാണ്, ബനു നദീർ വലിയ ശക്തന്മാരായ ആൾക്കാരാണ്. അപ്പോൾ ഇസ്ലാം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ഒരു ജൂതൻ്റെ വിഷയത്തിൽ മുസ്ലിമിൽപ്പെട്ട ഒരാൾ അമുസ്ലിമിൽപ്പെട്ട ഒരാൾ മുമ്പ് എന്ത് ചെയ്തു? ഒരു ഖലീഫയുടെ അടുത്തേക്ക് അവർ വന്നു ഒരു വിഷയത്തിൽ. അങ്ങനെ മുസ്ലിമികൾ എന്ന് പറയുന്നത് മുനാഫിക്കാണ്. അതായത് ശരിയായ മുസ്ലിമല്ല, വാക്കിൽ മുസ്ലിമാണ്, പക്ഷേ അമുസ്ലിമാണ് അഥവാ മുനാഫിക്കാണ്. അപ്പോൾ 2 പേരും ഖാദീൻ്റെ അടുത്ത് വന്നപ്പോൾ ജൂതന് അനുകൂലമായി വിധിച്ചു. അങ്ങനെ അത് അയാൾക്ക് നല്ല വിഷമമാവുകയും അയാൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞതൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ മറ്റൊരു ചരിത്രം പറയുന്നത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ നിന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അലി റളിയല്ലാഹുവിൻ്റെയും വേറൊരു ജൂതൻ്റെയും ഒരു പടയങ്കിയോ എന്തോ അങ്ങനെ വിഷയമാവുകയും ചർച്ചയാവുകയും അലി റളിയല്ലാഹുവിന് എതിരായി ഉമർ റളിയല്ലാഹുവിന് വിധിക്കുകയും ചെയ്തു. കാരണം ഇസ്ലാം നൽകുന്നത്, ഇസ്ലാമിൻ്റെ ആശയം എന്നുള്ളത് അത് ആളെ നോക്കിയല്ല, ഒരാളുടെ പേഴ്സൺ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല വിധിക്കുന്നത്. എന്താണ് നിയമം അതാണ് വിധിക്കുന്നത്. അതാണല്ലോ നമ്മൾ ഈ ഖലീഫമാരൊക്കെ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അവർ ചോദിക്കും, ഞാൻ നന്മ പ്രവർത്തിച്ചാൽ നിങ്ങൾ എന്നെ അനുസരിക്കും, പക്ഷെ തിന്മ പ്രവർത്തിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തുമെന്ന് ചോദിക്കുമ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞത് വാളെടുത്ത് പറഞ്ഞു, ഈ വാള കൊണ്ട് ഞാൻ നിങ്ങളുടെ തലവെട്ടുമെന്നാണ്. അപ്പം അത്രയും ഇസ്ലാമിൽ നീതിക്ക് അത്രയും പ്രാധാന്യം നൽകുന്നുണ്ട്. ഏതായാലും
പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്താണ് ഈ സൂറ പിന്നെ ക്രിസ്ത്യൻസിനെ പറ്റിയിട്ട് ഈസ നബിയെ പറ്റിയിട്ട് മറിയം ബീവിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഏകദേശം അവസാനമാകുമ്പോൾ അതേ വിഷയം തന്നെ ഒന്നുകൂടി വ്യത്യസ്തമായ ഒരു പ്രാക്ടിക്കലായ രീതിയിൽ അള്ളാഹു പറയുന്നുണ്ട്. മൽ മസീഹ് ഇബ്നു മറിയം ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ വ ഉമ്മുഹു സിദ്ദീഖ കാനാ യഅകുലാനി ത്വആം. നോക്ക്, കാനാ യഅകുലാനി ത്വആം, എത്ര മനോഹരമാണ്. ഈസ നബിയും മറിയം ബീബിയും അവരൊക്കെ ഈസ നബി എന്നുള്ളത് അവർ പ്രവാചകർ മാത്രമാണ്, നിങ്ങൾ പറയുന്ന പോലെ ദൈവമൊന്നുമല്ല. കാനായ ഖുലാനി ത്വആം, ഈസ നബിയും അവരുടെ മാതാവായ മറിയം ബീവിയും അവർ ഖുലാനി ത്വആം, അവർ എല്ലാവരും കഴിക്കുന്നത് പോലെ അവർ ഭക്ഷണം കഴിച്ചിരുന്നു. ഇപ്പോൾ ദൈവമാകുമ്പോൾ ദൈവമായാൽ ഭക്ഷണം കഴിക്കൂല, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണ വികാരങ്ങളൊക്കെ ഉള്ള ഇമോഷൻസുകളൊക്കെ ഉള്ള ഒരു നോർമൽ മനുഷ്യന്മാരാണ് ആര്? ഈസ നബിയും മറിയം ബീബിയും ഒക്കെ. അവരെ നിങ്ങൾ ദൈവന്മാരായി നിങ്ങൾ ആക്കരുത് എന്ന് മാത്രമല്ല, ഉൻദുർ, നിങ്ങൾ നോക്ക്, ചിന്തിക്ക്, മനസ്സിലാക്കുക സമൂഹമേ, കൈഫ നുബയ്യിനു ലഹുമുൽ ആയാത്ത്, ആയാത്തുകൾ നിങ്ങൾക്ക് എത്ര വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി തരുന്നു. ഭക്ഷണം കഴിക്കുന്നവരാണ് അവർ, ദൈവം ഭക്ഷണം കഴിക്കൂല. അവർ ഭക്ഷണം കഴിക്കുന്നവരാണ് മനുഷ്യന്മാരെ പോലെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ, ചിന്തിക്കുക. അപ്പോൾ ഈ ആയത്തുകളൊക്കെ കണ്ടായിരിക്കാം ക്രിസ്ത്യൻസായ ആൾക്കാർ ഇസ്ലാമൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നീണ്ടുപോയി എനിക്ക് തോന്നി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നമ്മൾ പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വാലിഹായ അമലെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എന്ന് ഈ നമ്മുടെ തിന്മയെ നമ്മുടെ ജഹ്റ മറ്റുള്ളവർക്ക് പറയരുത്, നമ്മൾ തോപ്പ് ചെയ്ത് നമ്മളിൽ തന്നെ ഒതുക്കണം. മാത്രമല്ല ഈസ നബിയുടെ വിഷയം നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ പറയുക, ഈ ക്രിസ്ത്യൻസിൻ്റെ അവരുടെ ഈസ നബിയെ കൊന്നു എന്ന് പറയുന്നു. ഈസ നബിയെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നു, അവരുടെ വാദം എന്നുള്ളത് അത് തെറ്റാണ്. ശരിയായ വിഷയം എന്താണ് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ നിങ്ങൾ ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഓവറാക്കരുത്. നിങ്ങൾ ഉള്ള കാര്യം യാഥാർത്ഥ്യങ്ങൾ പറയുക, ഇല്ലാത്ത വിഷയങ്ങൾ പറയരുത് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ മാഇദ സൂറ നമ്മൾ അതിലൂടെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഏതായാലും അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ ഖൈറിലാക്കട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ ഈ റജബിലും ഷാബാനിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അമീൻ. പാവനമായ റമളാൻ നമ്മളിലേക്ക് അള്ളാഹു എത്തിച്ചു തരട്ടെ. ആ ഒരു റമളാനിൽ നല്ല രീതിയിൽ നല്ല അമാലുകളൊക്കെ ചെയ്യാനും തിന്മകളൊക്കെ വെടിയാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.